നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ ചൂട് കനക്കുകയാണ്. ഇതിനോടകം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ജൂൺ ആദ്യവാരം പിന്നിടുമ്പോൾ തന്നെ കുവൈറ്റ് കടുത്ത വേനലിലേക്ക് പ്രവേശിക്കുകയാണ്. തിങ്കളാഴ്ച ജഹ്റ ഭാഗത്ത് 52 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. സുലൈബിയയിൽ 51 ഡിഗ്രി, അബ്ദലി, നുവൈസീബ് എന്നിവിടങ്ങളിൽ 50 ഡിഗ്രി എന്നിങ്ങനെ താപനില രേഖപ്പെടുത്തി. ഇതോടൊപ്പം നിർജ്ജലീകരണം അനുഭവപ്പെട്ടു. അടുത്ത ആഴ്ചയിൽ ചൂട് കൂടും. സൂര്യതാപം നേരിട്ടേൽക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വെള്ളവും ദ്രാവക രൂപത്തിലുള്ള പാനീയങ്ങളും ധാരാളമായി കുടിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അയഞ്ഞ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ചൂടില്ലാത്ത വെള്ളത്തിൽ ഇടയ്ക്ക് കുളിക്കുന്നത് നല്ലതാണെന്നും കഠിനമായ വ്യായാമം ഒഴിവാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് സൂര്യതാപം ഏൽക്കുന്നത് വഴിയുള്ള ക്ഷീണവും മറ്റ് അപകടങ്ങളും ഒഴിവാക്കാനാണിത്. ചില കമ്പനികൾ വിലക്ക് ലംഘിച്ച് ഉച്ചനേരങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതായി അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വിലക്കുള്ള സമയത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയുണ്ടാവുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വേനൽ കടുത്തു തുടങ്ങിയതോടെ കുവൈത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുകയാണ്. ഈ വർഷം ആദ്യമായി ഒരു ദിവസത്തെ ഉപഭോഗം 15,000 മെഗാവാട്ട് കവിഞ്ഞു. 15,040 മെഗാവാട്ട് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഉയർന്ന വിനിയോഗമാണിത്. ഓഗസ്റ്റ് മാസങ്ങളിൽ വേനൽ മൂർധന്യത്തിൽ 16,700 മെഗാവാട്ട് വരെ ഉയരുമെന്നാണ് വിലയിരുത്തൽ. വേനലിൽ ഉപയോഗം കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും പരിധി വിട്ട് വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുമുണ്ട്. ഉയർന്ന അന്തരീക്ഷ താപനിലയിൽ AC കൂടുതലായി ഉപയോഗിക്കുന്നതും ജല ഉപയോഗം വർദ്ധിച്ചതുമാണ് വൈദ്യുതി ഉപഭോഗം കൂടിയതിന് കാരണമായി കരുതപ്പെടുന്നത്. ജലം, വൈദ്യുതി എന്നിവയുടെ ഉപഭോഗത്തിൽ മിതത്വം പാലിക്കണമെന്ന് ജല വൈദ്യുതി മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വേനൽ നേരിടാൻ മന്ത്രാലയം തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ വൈദ്യുതി മന്ത്രാലയം പ്രതിദിനം 18,470 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇത്തവണയും പ്രതിസന്ധിയുണ്ടാകില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.